അതായത് ഭാഗ്യലക്ഷ്മിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ ഈ പിന്നെ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നു. വിധി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, 1711 പേജുള്ള വിധിന്യായം പിന്നെ എല്ലാ നമ്മുടെ പിന്നെ കോടതി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. അത് കീറി വേണമെങ്കിൽ പരിശോധിക്കാം ദിലീപിനെ എങ്ങനെയാണ് വെറുതെ വിട്ടത് എന്നുള്ളത്. പക്ഷേ ഭാഗ്യലക്ഷ്മി ചേച്ചി അത് വായിക്കില്ല. ഇനി എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്തോണ്ടൊന്നും അറിയില്ല, നമ്മൾ ആക്ഷേപിക്കുന്നതൊന്നും അല്ല, വ്യക്തിഗത നടത്തുന്നതല്ല, അങ്ങനെയൊന്നും ചേച്ചിക്ക് തോന്നണ്ട. അതുകൊണ്ടായിരിക്കാം അത് കാരണം കോടതി പറഞ്ഞ കാര്യങ്ങൾ, കോടതി എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്, ദിലീപിനെ മാത്രമല്ല ആ 4 പ്രതികളെ എന്തിനാണ് വെറുതെ വിട്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പരാജയം സംഭവിച്ചിട്ടുണ്ട്, പിന്നെ ഈ പെൺകുട്ടിയും ഈ മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി അയാൾ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. കാരണം അയാൾ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാലിനെ ഒക്കെ വെച്ചിട്ട് ഗോവയിലെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ചില വീഡിയോകൾ ചിത്രീകരിച്ചത് അത് പ്ലാനിങ് ആയിരുന്നു, അല്ലാതെ ഓടുന്ന കാറിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള തരത്തിലൊക്കെ ഇപ്പോ ചില നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. കോടതി കൃത്യമായി വിധിന്യായത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചേച്ചി അംഗീകരിക്കൂല. വേടന്റെ കാര്യത്തിൽ കോടതി ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, അതുകൊണ്ട് വേടന് ജാമ്യം കൊടുക്കുന്നു. ആ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളത് ശിരസാ വഹിക്കുന്നുണ്ട് ആ കോടതി വിധി. കാരണം കോടതി പറയുന്നത് ശരിയാണ്. വേടന്റെ കാര്യത്തിൽ മാത്രമല്ല ചേച്ചിക്ക് താല്പര്യമുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ കോടതി വിധി ശരിയാണ്.